ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഹുണ്ടായുടെ സാൻഡ്രോ എന്നുള്ള വാഹനമാണ്. സാൻഡ്രോ നമുക്കറിയാം 1999, 2000, 2001, 2002, 2003 ഫസ്റ്റ് വരെ ഇറങ്ങിയിരിക്കുന്ന സാൻഡ്രോ സിപ്പ് പ്ലസ് സിപ്പ് ഡ്രൈവ് അത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം 50,000 രൂപ വരെയാണ് മാർക്കറ്റ് റേറ്റ് ഉള്ളത്. 50,000 രൂപ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇനി അത്തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള വാഹനം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 2003, 2002 സിപ്പ് പ്ലസ് പവർ വിൻഡോയും പവർ സ്റ്റിയറിംഗ് ഉള്ള നല്ല കണ്ടീഷനുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു 65,000 രൂപ വരെ പർച്ചേസ് ചെയ്യാം. നിങ്ങളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും പഴക്കമുള്ളതുകൊണ്ട് തന്നെ നമുക്കിൻ്റെ ഓസുകൾ അല്ലെങ്കിൽ അതിൻ്റെ IAC കൺസോള് അത്തരത്തിലുള്ള ചെറിയ സെൻസറുകൾ, അതുപോലെ തന്നെ വണ്ടിയുടെ ഓൾമോസ്റ്റ് മിസ് ഫയറിങ്, മൈലേജ് ഷോട്ട്, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അത്രയും പഴക്കമുള്ളത് കൊണ്ട് മാത്രം കാണാറുണ്ട്. പക്ഷേ അതിൽ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ 65,000 രൂപ വരെ ബേസ് മാർക്കറ്റ് വാല്യൂ നമുക്ക് പറയാൻ പറ്റും. 2003 മുതൽ തുടങ്ങുന്ന സാൻഡ്രോ സിങ്ങിൻ്റെ വാല്യൂ 2003, 2004 പുതിയ ടെസ്റ്റ് ടാക്സി ഇൻഷുറൻസ് ഒക്കെ അടച്ച 2005 വരെയുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 80,000 രൂപ, 85,000 രൂപ വരെ പർച്ചേസ് ചെയ്യാം. 2005, 2006 വാഹനം ടെസ്റ്റ് ടാക്സ് ആയ വാഹനങ്ങൾ, 2007 വാഹനങ്ങളൊക്കെ നെക്സ്റ്റ് ഇയറിൽ ആവുന്ന വാഹനങ്ങളാണ്, ടെസ്റ്റ് ടാക്സ് ആവുന്ന വാഹനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരു 1,00,000 ഇതേ മാർക്കറ്റ് വാല്യൂ തന്നെ, അതായത് 90,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ബേസ് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. നല്ല കണ്ടീഷൻ ആകുമ്പോൾ നമുക്കൊരു 1.10 വരെ എടുക്കാം. 2008, 2009 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1,15,000 രൂപ വരെ എടുക്കാം. അതിൽ തന്നെ 2008, 2009 റെഡ് കളർ ലോ കിലോമീറ്ററോടെ പെർഫെക്റ്റ് ക്വാളിറ്റി വണ്ടിയാണെന്നുണ്ടെങ്കിൽ 1.30, 1.35 വരെയൊക്കെ നമുക്ക് ബേസ് മാർക്കറ്റ് വാല്യൂ പറയാൻ പറ്റും. 2010, 11, 12 ആ ഒരു മോഡൽ സാൻഡ്രോ വരുമ്പോഴേക്കും 1,75,000 രൂപ, 1,80,000, 2,00,000 രൂപ. അതിന് മുകളിലേക്ക് സാൻഡ്രോ വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. കാരണം അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാൻഡ്രോ എടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാഹനമായിട്ടുള്ള I10 നിലവിൽ കിട്ടാനുണ്ട്. കാരണം I10 2007 നമ്മൾ 2 ടൈപ്പ് വരുന്നുണ്ട്. അതായത് കാപ്പ 1, കാപ്പ 2, അതുപോലെ തന്നെ നോർമൽ 1.1 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ അത് സാൻഡ്രോയിൽ വരുന്ന ആ ഒരു സെയിം ടെക്നോളജി എഞ്ചിനാണ്, IRD എഞ്ചിൻ, ആ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ 2007 മോഡൽ, 2008 മോഡൽ ഹുണ്ടായി I10 ആണെങ്കിൽ, അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു വാല്യൂ പറയുന്നത് തരം തിരിച്ച് പറയുന്നില്ല. 2007, 2008 മോഡൽ ഹുണ്ടായി I10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1,50,000 രൂപ, 1,55,000 രൂപ വരെയാണ് റേറ്റ്. 2008 ലേക്ക് കടക്കുമ്പോൾ ഒരു 1.2 കാപ്പയാണ്, ലോ കിലോമീറ്ററോടെ പെർഫെക്റ്റ് കണ്ടീഷൻ വണ്ടിയാണ്. 2008 മോഡലാണെന്നുണ്ടെങ്കിൽ 1.65, 1.70 വരെ എടുക്കാൻ പറ്റും. 2009 വാഹനമാകുമ്പോൾ 1.80, 1.85 വരെ എടുക്കാൻ പറ്റും. 2010 I10 നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ 2,00,000 രൂപ, 2,10,000 രൂപ. 2011, 12 ആകുമ്പോൾ 2,15,000 രൂപ, 2,50,000 രൂപയുടെ താഴെ വരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. 2,50,000 രൂപയുടെ മുകളിൽ വില വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഗ്രാൻഡ് I10 പെട്രോൾ എന്നുള്ള വാഹനം 2014 മോഡൽ ഗ്രാൻഡ് I10 പെട്രോൾ 3,00,000, ഒരു 50,000 രൂപ, 60,000 രൂപ വ്യത്യാസത്തിൽ 3,00,000 രൂപ, 2,90,000 രൂപ, 3,00,000 രൂപ, 3.10 മുതൽ നമുക്ക് അങ്ങോട്ട് ഗ്രാൻഡ് I10 പെട്രോൾ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ അതിനകത്തേക്ക് മുകളിലേക്ക് റേറ്റിന് നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു സീരീസ് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വാഹനമാണ് 2014, 15 എക്സെൻ്റ് എന്നുള്ള വാഹനത്തിൻ്റെ പെട്രോൾ ഡിക്കുള്ള മോഡലാണ്. കുറച്ചും കൂടി ഓപ്ഷൻസും കുറച്ചും കൂടി കംഫർട്ടുള്ള പെട്രോൾ വാഹനമായ എക്സെൻ്റ് എന്നുള്ള വാഹനം, അതിന് മുകളിലേക്ക് ഒരു 3,00,000 രൂപ, 3,50,000 രൂപ വരെ ബഡ്ജറ്റിൽ നമുക്ക് എക്സെൻ്റ് പെട്രോൾ ലോ കിലോമീറ്ററോടെ പെർഫെക്റ്റ് ക്വാളിറ്റി വണ്ടി വാങ്ങാൻ പറ്റും. എക്സെൻ്റിൻ്റെ ഡീസൽ വാഹനം വരുമ്പോഴേക്കും SX ഓപ്ഷണൽ മോഡൽ നല്ല ക്വാളിറ്റിയുള്ള വാഹനം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ എക്സെൻ്റ് 2016 SX ഓപ്ഷണൽ വാഹനം നമ്മൾ സെയിൽ ചെയ്തത് 3,85,000 രൂപയ്ക്കായിരുന്നു. അപ്പോൾ 2016 വാഹനത്തിൻ്റെ ബേസ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ 3,70,000 രൂപ വരെയാണ്. പിന്നെ നമുക്ക് 2017, 18 ആ വാഹനം വരുമ്പോഴേക്കും 4,00,000 രൂപ, 4,15,000, 4,50,000 രൂപ, 4,50,000 രൂപയുടെ താഴെ നമുക്ക് ഹുണ്ടായി എക്സെൻ്റ് എന്നുള്ള വാഹനം വാങ്ങാൻ പറ്റും. ഗ്രാൻഡ് I10 ലോ കിലോമീറ്റർ ഓടിയ വാഹനം 2018, 19 ആ ഒരു വാഹനങ്ങളെല്ലാം നമുക്ക് 4,50,000 രൂപയ്ക്ക് ഉള്ളിൽ വാങ്ങാൻ പറ്റും. ശരിക്കും സ്വിഫ്റ്റ് പെട്രോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ, അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ ആ ഒരു ചെറിയ വാഹനം, ശരിക്കും സ്വിഫ്റ്റൊക്കെ ഓടിക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടാണ് നമുക്ക് സ്പേസ് ചെറിയ വാഹനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് I10 ഒക്കെ ഉണ്ടായി I10 2017, 18 മോഡൽ വാഹനങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. കാരണം കുറച്ചുകൂടി കംഫർട്ടും കുറച്ചും കൂടി നോയ്സ് ഫ്രീ ആയിട്ടുള്ളൊരു വാഹനം, നല്ല ഡ്രൈവും കംഫർട്ടും കാര്യങ്ങളും തരുന്ന വാഹനം തന്നെയാണ്. അപ്പോൾ ആ വാഹനങ്ങളൊക്കെ നമുക്ക് 2018, 19, 17, 18, 19 വാഹനങ്ങളൊക്കെ നമുക്ക് 4,50,000 രൂപയ്ക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോർഡിൻ്റെ ഫിഗോ, ന്യൂ ടൈപ്പ് ഫിഗോ 2014 മോഡൽ ന്യൂ ടൈപ്പ് ഫിഗോൻ്റെ ബേസ് മാർക്കറ്റ് വാല്യൂ 2015. അപ്പോൾ ആ
ഒരു മോഡൽ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. 2014 ന്യൂ ടൈപ്പ് ഫോർഡ് ഫിഗോ ട്രെൻഡ് പ്ലസ് ആ ഒരു ബേസ് മോഡൽ വരുമ്പോഴേക്കും നമുക്ക് 3.25 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂയിൽ വാങ്ങാൻ പറ്റും. 4 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു 50,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയ പെട്രോൾ ഫിഗോ ന്യൂ ടൈപ്പ് വാങ്ങാൻ പറ്റും. 2015-16 വരുമ്പോഴേക്കും 4.5 ലക്ഷം രൂപ മോഡൽ ടൈറ്റാനിയം വരുമ്പോഴേക്കും 4.25 ലക്ഷം രൂപയുടെ ഉള്ളിൽ തന്നെ 2015-16-17 ഫസ്റ്റ് മോഡൽ വാഹനങ്ങളൊക്കെ നമുക്ക് 17 ആ ഒരു മോഡൽ വാഹനങ്ങളൊക്കെ നമുക്ക് 4.25-5 ലക്ഷത്തിനുള്ളിൽ തന്നെ വാങ്ങാൻ പറ്റുന്നതാണ് ഈ ഫോർഡിൻ്റെ വാഹനങ്ങൾ. റീസെയിൽ വാല്യൂ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിന് വാങ്ങാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തൊരു വാഹനം 5000 കിലോമീറ്റർ ഓടിയ എക്കോ സ്പോർട്ട് ട്രെൻഡ് പ്ലസ് 5000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വാഹനം, സിൽവർ കളറ്, ജസ്റ്റ് ലൈക്ക് ന്യൂ കാർ. നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റ് എന്ന് പറഞ്ഞാൽ 5,60,000 രൂപയ്ക്കാണ്. ആരെങ്കിലും ആവശ്യക്കാരാണെങ്കിൽ ഫോർഡ് എക്കോ സ്പോർട്ട് പെട്രോൾ 1.5 ലിറ്റർ പെട്രോൾ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ആ വാഹനം ഇപ്പം ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ആവും, വീട്ടിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ടൊന്ന് ഓടിച്ചൊക്കെ നോക്കി വണ്ടി നമ്മൾ 2 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ആ വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ബ്രസ എന്നുള്ള വാഹനമാണ്. കാരണം ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വാഹനം എടുക്കാൻ പോകുകയാണെങ്കിലും എല്ലാവരും ക്രോസ് ഓവർ മോഡലിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഹാച്ച് ബാക്ക് എന്നുള്ള ട്രെൻഡ് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് ആൾക്കാർ കൂടുതലായിട്ട് സെഡാൻ, കുറച്ചുകൂടി കംഫർട്ട്, കുറച്ചുകൂടി ലഗേജ് ക്യാരി ചെയ്ത് യാത്ര ചെയ്യുക. അപ്പോൾ സെഡാൻ മോഡലിലേക്കും ക്രോസ് ഓവർ മോഡലിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ ബ്രസ എന്നുള്ള മോഡൽ കുറേ പേര് ചോദിക്കുന്നതാണ്. കാരണം വിപണിയിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ബ്രസ ഡീസൽ. അപ്പോൾ ബ്രസ ഡീസൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 ആ ഒരു ഫസ്റ്റ് മോഡൽ VDI വാഹനത്തിൽ ABS എയർ ബാഗ് വരുന്നില്ല. അതായത് ഫസ്റ്റ് ഇറങ്ങിയ വാഹനത്തിൽ VDI മോഡലിൽ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ മാത്രമേ വരുന്നുള്ളൂ, ബോഡി കിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ 2017 ലാസ്റ്റ് വരുന്ന LDI ഓപ്ഷണൽ, ഈ VDIനേക്കാളും തൊട്ട് താഴെയാണ് LDI ഓപ്ഷണൽ എന്നുള്ളത്. പക്ഷേ LDI ഓപ്ഷനിൽ ഗവൺമെൻറ് ആ ടൈമിൽ മാൻഡേറ്ററി ആയിട്ട് ABS എയർ ബാഗ് പറഞ്ഞതുകൊണ്ട് 2 എയർ ബാഗും ഒരു ABS 4 വീൽ ABS ഒരു വാഹനത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ശരിക്കും ആ VDIനെ വെച്ച് നോക്കുമ്പോൾ ആ VDIനേക്കാളും കുറച്ചുകൂടി മുകളിൽ ഓപ്ഷൻസ് ഉള്ള വാഹനമാണ് LDI ഓപ്ഷണൽ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുക. ഇപ്പോൾ VDI ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ LDI ഓപ്ഷനിൽ നിൽക്കുമ്പോൾ അതിന് വില കുറവാണെന്ന് ചിന്തിക്കേണ്ട. കാരണം കമ്പാരിറ്റീവ്ലി ഒരുപാട് മാർക്കറ്റ് വാല്യൂവിൽ വ്യത്യാസം വരാത്തൊരു വാഹനം കൂടിയാണ്. പുതിയ വാഹനത്തിന് 2020 വില ഉണ്ടായിരുന്നത് 7,75,000 രൂപയായിരുന്നു. പുതിയ വാഹനത്തിൻ്റെ വില, പുതിയ വാഹനം എന്ന് പറയുമ്പോൾ പെട്രോൾ വാഹനം ലാസ്റ്റ് ആ പുതിയ പെട്രോൾ വാഹനം ഇറങ്ങിയ സമയത്ത് 7,75,000 രൂപ വിലയായിരുന്നു. ഇപ്പോൾ 8,75,000 രൂപ, 1 ലക്ഷം രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് ഓഫറെല്ലാം കഴിച്ചിട്ട് നമ്മൾ കൊട്ടേഷൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ബ്രസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഇനി പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് കിടക്കാൻ 2016 ബ്രസ VDI ആണെങ്കിലും ZDI ആണെങ്കിലും ആ ഒരു VDI ആണ് കൂടുതൽ കാണാറുള്ളത്. ആ ഒരു വാഹനത്തിൻ്റെ വില എന്നുള്ളത് 6.5 ലക്ഷം രൂപ മാത്രമാണ്. 2017 LDI ഓപ്ഷണൽ ആ ഒരു മോഡലിലേക്ക് വരുമ്പോഴേക്കും 50,000 കിലോമീറ്ററിന് ഉള്ളിലോടിയ വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വാഹനം കൊടുക്കുന്നുണ്ട്, റെഡ് കളറാണ്, അലോയ് വീൽസ് ഏകദേശം 1 ലക്ഷം രൂപയുടെ അലോയ് വീൽസ്, 50,000 രൂപയുടെ സ്റ്റീരിയോ, മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സ് എല്ലാം കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ്. ഏകദേശം 20,000 രൂപയുടെ സ്പീക്കേഴ്സ്, ആംപ്ലിഫയർ, എക്സ്ട്രാ ഫിറ്റിങ്സ്, ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ്, ബാക്ക് സീറ്റിൽ ഹെഡ്റെസ്റ്റ്, 2 എയർ ബാഗ്, ABS ഉള്ള വാഹനം, ഫുൾ ബോഡി കിറ്റ് ZDIയുടെ സെറാമിക് ചെയ്തിട്ടുണ്ട്, 4 ലെയർ കോട്ടിംഗ് വാഹനം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ഫുൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് വിത്ത് ഡ്രൈവർ കവറേജ് വിത്ത് എഞ്ചിൻ കവറേജ് എല്ലാം ഉള്ള വാഹനം. ഇതിൻ്റെ ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്നുള്ളത് 7,50,000 രൂപയാണ് ഫൈനലായിട്ട് എനിക്ക് കിട്ടേണ്ട പ്രൈസ്. 2017 വാഹനം 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ, ഡീസൽ വാഹനമാണ്. അപ്പോൾ അതാണ് ബേസ് മാർക്കറ്റ് വാല്യൂ. ZDI വാഹനത്തിലേക്ക് വരുമ്പോൾ ZDI വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2017 ലാസ്റ്റ് വരെയുള്ള ZDI ബ്രസ എടുക്കുകയാണെങ്കിൽ, പിന്നെ ഉള്ളതൊക്കെ പെട്രോളാണ് വന്നിട്ടുള്ളൂ. പെട്രോൾ ഇപ്പോൾ ഉള്ള ബ്രസയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് 14-15 കിലോമീറ്റർ നല്ലോണം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക്, നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിലും മിക്കവാറും ആൾക്കാർക്ക് 12-10 കിട്ടുന്നുള്ളൂ. കാരണം ഈ 1.5 ലിറ്റർ എഞ്ചിൻ നല്ല പെർഫോമൻസുള്ള വണ്ടിയാകുമ്പോൾ എല്ലാവരും ചവിട്ടി പൊളിച്ച് ഓടിക്കും, നല്ല പെർഫോമൻസിൽ വണ്ടി പോവുകയും ചെയ്യും. പക്ഷേ മൈലേജ് വളരെ ഷോർട്ടാണ്. പക്ഷേ ബ്രസ ഡീസൽ കമ്പാരിറ്റീവ് മെയിൻ്റനൻസ് കുറവാണ്, മൈലേജ് നമ്മുടെയൊക്കെ ഡ്രൈവിന് ഏകദേശം 18-20 ആവറേജ് മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ടയർ അലോയിലെല്ലാം നല്ല വീതി കൂടിയതുകൊണ്ട് 225 സൈസ് ടയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷോർട്ട് 17 കിലോമീറ്ററൊക്കെ സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടിയ ZDI മോഡൽ വാഹനമാണെങ്കിൽ പോലും 8 ലക്ഷം രൂപ 8.25 ലക്ഷം രൂപ വരെയാണ് വാല്യൂ ഉള്ളത്. കാരണം പുതിയ വാഹനത്തിനേക്കാളും മുകളിൽ പുതിയ വാഹനത്തിൻ്റെ വിലയേക്കാളും കൂടുതലാണ് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന് പലരും പറയുന്ന പോലെ. ZDI കഴിഞ്ഞ ദിവസം OLXൽ നോക്കി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞാനൊരു വില നോക്കി കഴിഞ്ഞപ്പോൾ ZDI വാഹനം 2017 വണ്ടിയുടെ വില ഇട്ടിരിച്ചിരിക്കുന്ന 9,55,000 രൂപ. ഇനി ആ വില എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വാഹനത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ വിലയാണ്. പുള്ളി മേടിച്ച വിലയേക്കാളും കൂടുതലാണ് പറയുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ ഇതാണ് ഒരു ബ്രസ എന്നുള്ള വാഹനത്തിൻ്റെ ബേസ് മാർക്കറ്റ് വാല്യൂ. ഒരു ആവറേജ് കണ്ടീഷൻ കിലോമീറ്റർ അത്യാവശ്യം ഓടിയ ഒരു ആവറേജ് കണ്ടീഷൻ ബ്രസ എന്നുള്ളത് നമുക്കൊരു 6.5 ലക്ഷം രൂപ മുതൽ 7.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നല്ല ബ്രസ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വില കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. കാരണം അതൊക്കെ കമ്പാരിറ്റീവ്ലി ഈ ഒരു ട്രെൻഡിങ് ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ ആൾക്കാർക്ക് വാഹനം കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് എൻക്വയറീസ് കൂടുതലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വില വിട്ടിട്ടാണ് ആൾക്കാർ വാഹനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വാഹനം നമ്മൾ പറയാൻ പോകുന്നത് നെക്സോൺ ആണ്. അപ്പോൾ നെക്സോൺ ലോ കിലോമീറ്റർ ഓടിയ വാഹനം, അതായത് 15,000 കിലോമീറ്ററിന് താഴെ ഓടിയിട്ടുള്ള XM, XZ പ്ലസ് XZ പ്ലസ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപയുടെ ബാൻഡ്, അതായത് കയ്യിൽ വാച്ചൊക്കെ കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നല്ലോ. അത് 11.12 ലക്ഷം രൂപയുടെ ആ റേഞ്ചിൽ വരുന്ന വാഹനം 2017 മോഡൽ 18,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസുള്ള വാഹനം നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 6,95,000 രൂപ. 7 ലക്ഷം രൂപ ഒരു നമുക്ക് ഡെലിവറി ചാർജ് എല്ലാം കൂടി 7 ലക്ഷം രൂപയായി നമ്മൾ വിറ്റ പ്രൈസ് എന്നുള്ളത് ഏകദേശം കുറച്ച് പ്രൈസ് കൂട്ടിയിട്ടായിരുന്നു നമ്മൾ വിറ്റത്. അപ്പോൾ ആ ഒരു റേഞ്ചാണ് ശരിക്കും ഈ നെക്സോണൊക്കെ റീസെയിൽ വാല്യൂ എന്നുള്ളത് അടുത്ത് കൂടെ പോയിട്ടുള്ള ഭയങ്കര റീസെയിൽ. ഇനീഷ്യൽ ഡിപ്രീസിയേഷൻ വളരെ കൂടുതലാണ്. 6.5 ലക്ഷം രൂപ മുതൽ നമുക്ക് XM ലോ കിലോമീറ്റർ ഓടി 2017 മോഡൽ നെക്സോൺ കിട്ടാനുണ്ട്. നെക്സോണിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 6.5 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ, 7.5 ലക്ഷം രൂപ മാക്സിമം റേറ്റാണ് 7.5 ലക്ഷം രൂപ എന്നുള്ളത്. ഇന്നലെ ഒരു ഹാരിയർ വന്നിട്ടുണ്ടായിരുന്നു. ഹാരിയറിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ വില പറയുമ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇന്നലെ വന്ന ഹാരിയറിൻ്റെ സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കാം നിങ്ങളെ. അപ്പോൾ 2020 വൈറ്റ് കളർ ഫുൾ ഓപ്ഷൻ ടാറ്റ ഹാരിയർ XZ വണ്ടി ഫുൾ, അതായത് ജസ്റ്റ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1840 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി 2020 സെപ്റ്റംബർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2020 ഒക്ടോബർ ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് കസ്റ്റമർ കോട്ട് കൊടുത്ത് നമുക്ക് വന്ന വാല്യൂ എന്നുള്ളത് 15,50,000 രൂപയ്ക്കാണ് ഹാരിയർ XZ നമുക്ക് ഇന്നലെ സെയിലിന് വന്നത്. അത് പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ വേറെ കസ്റ്റമർ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആ വണ്ടി പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഹാരിയറിനും കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് റേറ്റ് റീസെയിൽ വാല്യൂ പുറത്ത് വിൽക്കാൻ പോകുമ്പോൾ വളരെ റേറ്റ് കുറവാണ് കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം പഴക്കമുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് ഹാരിയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഒരു ഇടയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ച വണ്ടിയായിരുന്നു ടാറ്റയുടെ ഹെക്സ എന്നുള്ള മോഡൽ വാഹനം. 6.5 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ, 7.25 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഈ ഹെക്സ എന്നുള്ള മോഡലിൻ്റെ വില. മാത്രമല്ല ആ ഒരു ട്രെൻഡിങ് ഒക്കെ പോയി ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു വാഹനമാണ്. പല ഷോറൂമുകാരും വാങ്ങിയിട്ട വാഹനങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. 15,000-16,000 കിലോമീറ്റർ ഓടിയത്. കംപ്ലയിൻസ് ജന്മനാൽ കിട്ടിയ കുറച്ച് കംപ്ലയിൻസ് ആ വാഹനത്തിനുണ്ട്. കമ്പനി കുറച്ച് വാഹനങ്ങളൊക്കെ റീകോൾ ചെയ്യും, റിപ്പയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഹെക്സ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ 7 ലക്ഷം രൂപയുടെ താഴെ കിട്ടിയാൽ മാത്രം ഹെക്സ വാങ്ങാൻ ശ്രമിക്കുക. അതിന് കൂടുതൽ എടുക്കാനുള്ള വാഹനമൊന്നുമില്ല. കാരണം ഓപ്ഷൻസും കാര്യങ്ങളും വണ്ടിയുടെ സ്റ്റൈലും ലുക്കും എല്ലാം ഹെവി ആയിരുന്നു. പക്ഷേ എഞ്ചിൻ്റെ കംപ്ലയിൻസ് കാര്യങ്ങൾ ഇഷ്യൂസ് അത്തരത്തിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ റീസെയിൽ വാല്യൂ വളരെ ചീപ്പായി പോയി. പറയും ഇപ്പോൾ ഒരാൾ എൻക്വയറി ചെയ്യാത്തൊരു വാഹനം കൂടിയാണ് ഹെക്സ എന്നുള്ള മോഡൽ വാഹനം. അപ്പോൾ നമ്മൾ പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനും മിക്കവാറും വാഹനങ്ങൾക്ക് 3 സിലിണ്ടർ എഞ്ചിനിൽ ആ ടർബോ വെച്ച് കഴിയുമ്പോൾ ആ ഒരു പെർഫോമൻസിലാണ് വണ്ടികളെല്ലാം വിറ്റ് പോകുന്നത്. ആ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ അത്യാവശ്യം മാർക്കറ്റ് വാല്യുള്ള വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുതിയ വാഹനം എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഫിനാൻസിട്ട് വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല, ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റ് ഒരു ആവറേജ് ഒരു 1.5 ലക്ഷം രൂപയിൽ ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറവ് വരുന്ന വിലയാണ് നമുക്ക് ഈ ഇനീഷ്യൽ ഡിപ്രീസിയേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന വാഹനത്തിന് തീരെ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തൊരു ബ്രാൻഡിൻ്റെ വാഹനമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1-2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിച്ച് ശരിക്കും ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഓടിക്കുന്നത് നല്ല ക്രേസുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1-2 വർഷം കഴിയുമ്പോൾ ആ വണ്ടി മടുക്കും, അവർ കൊടുത്ത് പുതിയ വണ്ടി മേടിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കും. ശരിക്കും അത്തരത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഡിപ്രീസിയേഷൻ നിങ്ങളെടുക്കുന്ന വാഹനത്തിൻ്റെ കമ്പനിക്ക് ഇനീഷ്യൽ ഡിപ്രീസിയേഷൻ വളരെ കൂടുതലുള്ള വാഹനം, അതായത് മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത വാഹനങ്ങളും പ്ലസ് നമ്മളെടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വർഷത്തിന് മിനിമം 1.5 ലക്ഷം രൂപ നമുക്ക് നഷ്ടം വരും. ആ 2 വർഷത്തിന് നഷ്ടം വരുന്ന 1.5 ലക്ഷം രൂപ കൂട്ടി വെച്ച് 3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ നല്ല ലോ കിലോമീറ്ററോടെ പെർഫെക്റ്റ് ക്വാളിറ്റിയുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മാർക്കറ്റ് വിലയേക്കാളും 50,000-60,000 കൂടുതൽ കൊടുത്തെടുക്കുകയാണെങ്കിലും നമ്മൾ 2-3 വർഷം യൂസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആകെ നഷ്ടം വരുന്ന 50,000 രൂപ, 1 ലക്ഷം രൂപ മാക്സിമം നഷ്ടം വരുള്ളൂ. യൂസ്ഡ് കാറിൻ്റെ ഒരു ബെനിഫിറ്റും കൂടിയാണത്. ശരിക്കും ഈ ഒരു ഫീൽഡിൽ ഈ ഒരു യൂസ്ഡ് കാറിൻ്റെ വിപണി നന്നായിട്ട് കൂടി വരുമ്പോൾ നിങ്ങൾ എല്ലാ വർഷവും 2012 മുതൽ 2021 വരെയുള്ള എല്ലാ വർഷവും നിങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു കോളം വാർത്ത കാണാൻ പറ്റും.
പഴയ വാഹനങ്ങൾ 15 വർഷമായ വാഹനങ്ങൾ നാളെ പൊളിക്കാൻ പോകുന്നത് ഇപ്പോൾ പൊളിക്കും കൊണ്ടേ പൊളിക്കാൻ പോകുന്നു പറഞ്ഞിട്ടൊരു വാർത്ത ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ശരിക്കും ഇതൊക്കെ വെറും തട്ടിപ്പാണ്. കാരണം ആ ഒരു ടൈമിൽ ഇയർ എൻഡിങ് വാഹനങ്ങളും ഇയർ ബാക്ക് വാഹനങ്ങൾ, അതായത് 2019 വാഹനമാണെങ്കിൽ 2020 വിൽക്കാൻ പറ്റാത്ത വാഹനങ്ങൾ 2020 വാഹനം 2019 സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് പുതിയ കാർ കമ്പനിക്കാർക്ക് കുറച്ചൊന്ന് വിപണി ഉഷാറാക്കാനും യൂസ്ഡ് കാറിൻ്റെ വിപണി കുതിച്ചുയർന്ന് വരുമ്പോൾ അതിനെ തളർത്താനും വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ ഒരു ന്യൂസ് എന്നുള്ളത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ 2012 മുതൽ 2021 വരെയുള്ള എല്ലാ മാർച്ച്, ഏപ്രിൽ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസത്തെ വാർത്തകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിക്ക മന്ത്രിമാരും ആ സമയത്ത് ക്യാബിനറ്റിൻ്റെ ഇവിടെ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടാവും. സ്ക്രാപ്പ് വാഹനങ്ങൾ പൊളിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവും. പക്ഷേ 2 മാസം കഴിയുമ്പോൾ അത് പിന്നെ ചർച്ചയൊക്കെ ചെയ്തിട്ട് അത് സ്ക്വാഷ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് റിട്ടേൺ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ 3ാമത്തെ പാർട്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി വണ്ടികളുടെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ.